മെമ്മറി കാർഡിൽ അട്ടിമറി നടന്നെന്ന് അതിജീവിത. കോടതിയിലും സ്വകാര്യത സംരക്ഷിക്കപ്പെട്ടില്ല. നടപടി ഞെട്ടിക്കുന്നതും അന്യായവുമെന്ന് വിമർശനം. നീതി കിട്ടും വരെ പോരാട്ടം തുടരുമെന്നും അതിജീവിത. PVR തർക്കം പരിഹരിച്ചു. മലയാള സിനിമ പ്രദർശിപ്പിക്കില്ലെന്ന നിലപാട് മാറ്റി PVR. തർക്കം പരിഹരിച്ചത് ഫെഫ്കയും PVR പ്രതിനിധികളും നടത്തിയ യോഗത്തിൽ. മലയാള സിനിമയുടെ വിജയമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിന് പതാകകൾ ഉണ്ടാകില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം. ചിഹ്നം മാത്രം ഉപയോഗിക്കും. സാഹചര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാനാകില്ലെന്ന് MM ഹസൻ. പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നാളെ കേരളത്തിൽ. തൃശൂർ പൂരാവേശത്തിലേക്ക്. തിരുവമ്പാടിയിലും പാറേമക്കാവിലും പൂരം കൊടിയേറി. പൂരത്തിന് എഴുന്നള്ളിക്കുന്ന ആനകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ കാര്യത്തിൽ തീരുമാനം 17-ന്. പാലക്കാട് മലമ്പുഴയിലെ കാട്ടാന ചെരിഞ്ഞു. ആനയ്ക്ക് പരിക്കേറ്റത് റെയിൽപാളം മുറിച്ചു കടക്കുന്നതിനിടെ. കാട്ടാന കിണറ്റിൽ വീണ കോതമംഗലം കോട്ടപ്പടിയിൽ പ്രതിഷേധം അവസാനിപ്പിച്ച നാട്ടുകാർ. നഷ്ടം നികത്താമെന്ന് വനം വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും ഉറപ്പ്. സൗദിയിൽ വധശിക്ഷ വിധിക്കപ്പെട്ട അബ്ദുറഹീമിന്റെ മോചനത്തിനുള്ള നടപടികൾ തുടങ്ങി. 34 കോടി രൂപ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റും. കേരളത്തിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവർക്കുള്ള മറുപടിയെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ.